കണ്ണപ്പ എന്ന് പറയുന്നത് നമ്മൾ കണ്ണപ്പ എന്നങ്ങ് മാറ്റുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ശിവൻ എന്ന് പറയുന്നത് നമ്മളൊക്കെ വിശ്വസിക്കുന്ന ആരാധിക്കുന്ന നമ്മുടെ ദൈവമാണ് ശിവൻ. ശിവൻ്റെയൊക്കെ സിനിമ എടുക്കുമ്പോൾ അതിന് ബാഹുബലി സിനിമ നമ്മൾ കണ്ടാണ്. അലൻ ജോസ് പെരേരയുടെ ഷോർട്ട് ഫിലിമില്ലേ, ഇതിലും ഏറ്റവും ബെറ്ററാണ് അലൻ ജോസ് പെരേരയുടെ ഷോർട്ട് ഫിലിം കാണുക എന്നുള്ളതാണ്. പുള്ളി എനിക്ക് തോന്നുന്നു ഓൾ ഇന്ത്യ ട്രിപ്പ് അടിച്ചപ്പോൾ കുറച്ച് പേരുടെ ഡേറ്റ് കിട്ടി, അങ്ങനെ എടുത്ത പടമാണെന്ന് തോന്നുന്നു. പടം തന്നെ ചിരിയാണ് വരുന്നത്. നമുക്കൊരു ഇത് ഞാൻ കേട്ടത് മിക്സഡ് റിവ്യൂ ആണ്. പക്ഷേ എനിക്ക് എൻ്റെ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. ഒരു മിത്തോളജിക്കൽ ഫാൻറ്റസി ഫിലിമാണ്. പ്രത്യേകിച്ച് ലോജിക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഒരു സ്പിരിച്വലായിട്ട് ഫിലിമാണ്. അപ്പോൾ പുതിയ ജനറേഷൻ എത്തീസ്റ്റുകൾക്ക് അവർക്കൊന്നും ഇഷ്ടപ്പെടില്ല. പിന്നെ കാസ്റ്റിംഗ് നന്നായിട്ട് തോന്നി, ടെക്നിക്കലി നന്നായി തോന്നി. പക്ഷേ ആക്ഷൻ ശരിയായിട്ടില്ല. ആക്ഷൻ കൊറിയോഗ്രാഫി വളരെ മോശമാണ്. സെൻറ്റിമെൻറ്റ്സ് റൊമാൻസ് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നായിക വളരെ നല്ല സുന്ദരിയാണ്. എല്ലാം കൊണ്ടും കാസ്റ്റിംഗ് നന്നായി. എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. എനിക്ക് എൻ്റെ അഭിപ്രായം പറയാൻ പറ്റും. ലാലേട്ടൻ തകർത്തുണ്ട്. ലാലേട്ടൻ ഏത് സിനിമയിലും ക്യാമ്പ്യൂ ചെയ്യുമ്പോൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആക്ഷൻ കുറച്ച് നന്നാക്കാൻ എല്ലാം ചെയ്തിട്ടുണ്ട്. പ്രഭാസ്, അക്ഷയ് കുമാർ എല്ലാം കാസ്റ്റിംഗ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു എൻ്റർടൈനറെക്കാട്ടും ഒരു സ്പിരിച്വൽ ഫിലിം. ശിവഭക്തർ അവർക്കൊക്കെ ഇഷ്ടപ്പെടും. ഞാൻ ക്രിസ്ത്യനാണ്, അഗ്നോസ്റ്റിക് ആണ്. പക്ഷേ ഞാൻ ഒരു ഇൻഡിപെൻഡൻ്റ് പറയാണ്. ആത്മീയത ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. അല്ല ഒരു എൻ്റർടൈനർ ഇല്ലല്ലോ. പോരാട്ടാ 5 മിനിറ്റ് എന്തോ ഉള്ളൂ. പ്രഭാസം ഒരു 10 മിനിറ്റ് ഉള്ളൂ. വലിയ ഇല്ല, പോരാ രണ്ടുപേരും പോരാ. പോയി കയ്യിന്ന് പോയി. അപരാധാണ്. പ്രഭാസ് കൊടുത്ത റോള് ഒന്നുമില്ല. അടിപൊളിയായി. ലാലേട്ടൻ്റെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. എൻ്റെ പൊന്നു പറയണ്ട, ഭയങ്കര ശോകം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശോകം, ഒരു രക്ഷയില്ല. ഇത് പുള്ളി എനിക്ക് തോന്നുന്നു ഓൾ ഇന്ത്യ ട്രിപ്പ് അടിച്ചപ്പോൾ കുറച്ച് പേരുടെ ഡേറ്റ് കിട്ടി, അങ്ങനെ എടുത്ത പടമാണെന്ന് തോന്നുന്നു. കണ്ണപ്പനല്ല, കണ്ണാപ്പി പടമാണ്. ഭയങ്കര ശോകം പടം. ലാലപ്പന് ചുമ്മാ ഒരു റോള് കൊടുത്തിട്ടേക്കുവാണ്, അല്ലാതെ ഒന്നുമില്ല പടത്തിൽ. ചുമ്മാതെ പ്രഭാസിനെയൊക്കെ എന്തോ ആക്കി വെച്ചേക്കുവാണ്. ചേട്ടാ ടോട്ടലി ഒരു നമുക്ക് കണ്ട് ചിരിച്ച് ഇറങ്ങാമെന്നുള്ള പറ്റിയൊരു പടമാണ്. ഭയങ്കര മാസമായിട്ടാണ് കാണിക്കണമെങ്കിലും നമുക്ക് ആദ്യം തൊട്ടേ ഭയങ്കര പോസിറ്റിവിറ്റി എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഭയങ്കര നന്മ, ഭക്തി ഇതൊക്കെ പകർക്കാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ആകെ ലാലേട്ടൻ്റെ സീനും അതുപോലെ പ്രഭാസിൻ്റെ സീനുകൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഭയങ്കര കംപ്ലീറ്റ് കോമഡിയാണ്. നമ്മൾക്കൊരു നമ്മളൊരു വീഡിയോ ഒക്കെ ട്രോളന്മാരുടെ വീഡിയോ ആണില്ലേ, ആ ഒരു കംപ്ലീറ്റ് ആ ഒരു മൈൻഡോടുകൂടി വന്നു കഴിഞ്ഞാൽ പടം കംപ്ലീറ്റ് ഇരുന്ന് ചിരിച്ചിരിച്ചിറങ്ങാം. തിയേറ്ററിലൊക്കെ ഫുള്ള് ഓരോ സീനിലും ചിരിയായിരുന്നു. അത് നമുക്ക് മലയാളം ആകുന്തോറും നമുക്ക് നല്ല ഡയലോഗ്സും നമുക്ക് നല്ല ചിരിക്കാനുള്ള വകയുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമുക്കൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ പടം ആ ട്രോൾ സെൻസിലേക്ക് പോകും. പിന്നെ നമുക്ക് അങ്ങനെ കണ്ടിരിക്കാം. സ്റ്റോറിയൊക്കെ ചേട്ടാ നമ്മൾ പഴയ കുമാര സംഭവമൊക്കെ ഇല്ലേ, ആ പടം തന്നെ അത് തന്നെ ഇച്ചിരി നമ്മളെവിടെ ഒരു മലേഷ്യയിലെ ആമസോൺ കാട്ടിലൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതാണ് ഈ പടം. ഈ പടം തന്നെ ചിരിയാണ് വരുന്നത്. നമുക്കൊരു അതിന് കഥയെന്നൊന്നും പറയാനില്ല. എന്തായാലും കുമാര സംഭവം ഒരു ന്യൂ ജനറേഷൻ കുമാര സംഭവത്തിൻ്റെ ഒരു നല്ല വിഷ്വൽ ട്രീറ്റ് പ്ലസ് നമുക്കൊരു ട്രോളിൻ്റെ ഒരു വക ഉണ്ടായിട്ടുണ്ട്. കണ്ണപ്പ എന്ന് പറയുന്നത് നമ്മൾ കണ്ണപ്പ എന്നങ്ങ് മാറ്റുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം മലയാളത്തിൽ നമ്മൾ മോഹൻലാൽ എന്ന വ്യക്തിയെ കണ്ടുകൊണ്ടാണ് നമ്മൾ സിനിമയ്ക്ക് വരുന്നത്. പിന്നെ തെലുങ്കിൽ പ്രഭാസ്. ഇത് കണ്ണപ്പ എന്ന് പറയുന്ന സിനിമ ഇത് കണ്ണപ്പയായിട്ടല്ല ചെയ്തേക്കണേ. ഇത് അവരുടെ കുടുംബാധിപത്യമാണ്. കാരണം അച്ഛനും മോനും കൊച്ചുമോനും കൂടെ വന്നിട്ട് അവർ ബിൽഡ് ചെയ്യുന്ന, അവർക്ക് വേണ്ടി പ്രഭാസിൻ്റെ, മോഹൻലാലിൻ്റെ കൂടെ, അക്ഷയ് കുമാറിൻ്റെ കൂടെ ഒക്കെ അഭിനയിക്കാൻ വേണ്ടി അവർ തട്ടിക്കൂട്ടി ഒരു പടം കൊണ്ടുവന്നു. ഇത് റിലീസ് ചെയ്തു എന്ന് തന്നെ പറയാനുള്ളൂ. കാരണം ഇത് യാതൊരു ലോജിക്കില്ല. ശിവൻ എന്ന് പറയുന്നത് നമ്മളൊക്കെ വിശ്വസിക്കുന്ന ആരാധിക്കുന്ന നമ്മുടെ ദൈവമാണ് ശിവൻ. ശിവൻ്റെയൊക്കെ സിനിമ എടുക്കുമ്പോൾ അതിന് ബാഹുബലി സിനിമ നമ്മൾ കണ്ടാണ്. മനസ്സിലായില്ലേ? അത് നമുക്ക് കാണുന്ന നമുക്കൊരു ഭക്തി തോന്നണം. ഇത് ശരിക്കും നമ്മൾ നാടകമില്ലേ, ബാലെ, അതിൻ്റെ നിലവാരം പോലും ഇല്ല. ഇതിന് ഏറ്റവും നല്ല ഞാൻ പറയട്ടെ, അലൻ ജോസ് പെരേരയുടെ ഷോർട്ട് ഫിലിമില്ലേ, ഇതിലും ഏറ്റവും ബെറ്ററാണ് അലൻ ജോസ് പെരേരയുടെ ഷോർട്ട് ഫിലിം കാണുക എന്നുള്ളതാണ്. ഞാൻ ആ പുള്ളി എടുത്ത് പറയാണ്. പുള്ളി വൈറലായി നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് പുള്ളിയെ മാറ്റി പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് ഇതിലും നിലവാരം ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്.